നമസ്കാരം. സിനിമ എന്നത് വ്യവസായമായി മാറിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. പലപ്പോഴും സിനിമയെ അതിന്റെ കണ്ടന്റിനും അപ്പുറം കളക്ഷൻ എന്ന കാര്യവുമായി കൂട്ടിയിണക്കിയാണ് ഇപ്പോഴത്തെ സംസാരം. ഒരു സിനിമ വിജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും ഫസ്റ്റ് ഡേ കളക്ഷൻ കാണിച്ച്, അല്ലെങ്കിൽ ഒരു ആഴ്ച കളക്ഷൻ കാണിച്ച്, ചിലപ്പോൾ 100 കോടി എന്ന കണക്കൊക്കെ കാണിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കോടി ക്ലബ്ബുകളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. ആദ്യമൊക്കെ മലയാള സിനിമ 10 കോടി ഒരെണ്ണം നേടിക്കഴിഞ്ഞാലായിരുന്നു വലിയ ചർച്ചയായിരുന്നത്. പിന്നീട് 20ആയി, 25ആയി, 50ആയി, ഇപ്പോഴത്തെ 100 കോടി കളക്ഷൻ നേടിയാൽ ആ സിനിമ പൊതുവെ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ വൻ വിജയം എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് വരാറുള്ളത്. 50 കോടിയിൽ തുടങ്ങി 2000 കോടി വരെയുള്ള ക്ലബ്ബുകൾ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. വിശാലമായ ഈ സാധ്യതകൾ മലയാള സിനിമയിലേക്കും കടന്നു വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. മലയാളത്തിൽ 100 കോടി ക്ലബിന് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. മലയാളത്തിൽ നിന്ന് 200 കോടി ക്ലബിലും ചിത്രം കയറിയിട്ടുണ്ട് എന്നത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും പൊതുവെ ഇപ്പോൾ കളക്ഷൻ കണക്കുകൾ പറയുമ്പോൾ ഒരു ബെഞ്ച് മാർക്കായി കണക്കാക്കുന്നത് 100 കോടി രൂപ തന്നെയാണ്. ഇപ്പോഴത്തെ പുതുവർഷത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ മോളിവുഡിന്റെ 100 കോടി ക്ലബ്ബ് അപ്പാടെ മാറിയിരിക്കുകയാണ്. ഈ വർഷം പുതുതായി ഒരു ചിത്രം കൂടി പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഒരു ചിത്രം റിലീസായത്. പക്ഷേ ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നത് ജനുവരിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഒരു ഹിറ്റ് ചാർട്ടിൽ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം. കഴിഞ്ഞ ഡിസംബറിൽ റിലീസായ ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയാണ് പട്ടികയിലേക്ക് അവസാനമായി കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ണി മുകുന്ദനും 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ സോളോ ആയിട്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ നായകന്മാരുടെ പേരുകൾ പറയുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസുകൾ കൂടിയുണ്ട്. മലയാളത്തിലെ ഒരു മുതിർന്ന സൂപ്പർ താരത്തിന് ഈ പട്ടിക ഇപ്പോഴും അന്യമാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ്. കഴിഞ്ഞ വർഷം വൻ തരംഗം തീർത്ത ചിത്രങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും നല്ല സിനിമകൾ സെലക്ട് ചെയ്യുന്ന മമ്മൂട്ടിക്ക് പോലും ഇപ്പോൾ 100 കോടി ക്ലബിൽ തീണ്ടാപ്പാട് അകലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭ്രമയുഗം, ടർബോ, എബ്രഹാം ഓസ്ലർ എന്നിങ്ങനെ ഒന്നിലധികം റിലീസുകൾ ഉണ്ടായിട്ട് പോലും മമ്മൂട്ടിക്ക് ഈ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഈ സിനിമകളൊക്കെ കണ്ടന്റ് കൊണ്ടും അതുപോലെ തന്നെ ജനപ്രീതി കൊണ്ടും വളരെ വലുതാണ്. എന്നിട്ടും 100 കോടി ക്ലബിൽ എത്താൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വിഷമകരമായ കാര്യം. മലയാളത്തിൽ 100 കോടി ക്ലബിൽ എത്തിയ താരങ്ങളിൽ ഒന്നാമതുള്ളത് മോഹൻലാൽ തന്നെയാണ്. മലയാളത്തിൽ ആദ്യ 100 കോടി കളക്ഷൻ നേടിയത് മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റായ പുലിമുരുകനാണ്. 2016 പ്രദർശനത്തെത്തിയ ചിത്രം 137 കോടി രൂപയിലധികം നേടിക്കൊണ്ടാണ് കളക്ഷനിൽ വൻ നേട്ടം കൊയ്തത്. ഈ ചിത്രത്തിന് ശേഷമാണ് ശരിക്കും മലയാളത്തിന്റെ മാർക്കറ്റ് കൂടുതൽ വിപുലീകരിക്കപ്പെട്ടത്. ലൂസിഫർ എന്ന ചിത്രം കൂടി മോഹൻലാലിൻ്റെതായി 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. 175 കോടി രൂപയിലധികം രൂപയാണ് ചിത്രം മൊത്തമായി നേടിയത്. മലയാളത്തിൽ 100 കോടി ക്ലബിലെത്തിയ പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് നസ്ലനാണ്. ഈ സിനിമ തന്നെയാണ് ഏറ്റവും വലിയ ഹിറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ചിത്രത്തിന്റെ ബജറ്റ് വരുന്നത് 4 മുതൽ 8 കോടി രൂപയ്ക്കകത്താണ്. പക്ഷേ ചിത്രം നേടിയതാകട്ടെ 136 കോടി രൂപയോളമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ഉണ്ടാക്കിയത്, കുറഞ്ഞ ബജറ്റിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹിറ്റായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നസ്ലനാണ് ഇതിൽ മുൻപന്തിയിലുള്ളത്. സാക്ഷാൽ മമ്മൂട്ടിക്ക് പോലും സാധിക്കാത്ത ഒരു നേട്ടമാണ് നസ്ലൻ നേടിയത് എന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പട്ടികയിൽ പിന്നീട് പേരുള്ളവർ പൃഥ്വിരാജ, ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, ഏറ്റവും ഒടുവിലായി ഉണ്ണി മുകുന്ദനും കൂടി എത്തിയതോടെ പട്ടിക പൂർണ്ണമായിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ആസിഫ് അലി എന്നീ യുവതാരങ്ങളും ദിലീപ്, സുരേഷ് ഗോപി എന്നീ സീനിയർ താരങ്ങളും മാത്രമാണ് ഇനി കളക്ഷനിൽ ഈ നേട്ടം കൈവരിക്കാനായി ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രി അവരെ കൈവെടിയില്ല എന്ന് ഉറപ്പാണ്. കാരണം അത്രയും മികച്ച സിനിമകളാണ് ഇവർക്കും ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ പാൻ ഇന്ത്യൻ രീതിയിലാണ് മലയാള സിനിമകൾ തന്നെ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയുടെ കാലമാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല.